ഹായ് കൂട്ടുകാരെ, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഴക്കാലമായ നമ്മുടെയൊക്കെ വീട്ടിലെ ഏറ്റവും വലിയ ശല്യക്കാരാണ് ഒച്ചുകളല്ലേ. പോരാത്തതിന് ഇപ്പോൾ ഒരുപാട് ആഫ്രിക്കൻ ഒച്ചുകളും ഇറങ്ങിയിട്ടുണ്ട്. ഈ ആഫ്രിക്കൻ ഒച്ചുകൾ നമ്മളുടെ പച്ചക്കറികളും ചെടികളും ഒക്കെ തിന്ന് നശിപ്പിക്കുമല്ലേ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് നമ്മളുടെ ഒച്ചുകളെ തുരത്താമെന്ന് നോക്കാം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒച്ചുകളെ നമുക്ക് വീട്ടിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ പരിസരത്ത് നിന്ന് തന്നെ നമുക്ക് ഇതിനങ്ങളെ ഒഴിവാക്കാവുന്നതാണ്. ആദ്യത്തേന്ന് പറഞ്ഞാൽ ഉപ്പാണ് കേട്ടോ. നമ്മൾ കുറച്ച് ഉപ്പും അതേപോലെ തന്നെ നമ്മളുടെ ബ്ലീച്ചിങ് പൗഡറും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒച്ചുകൾ ആ പരിസരത്തേക്കേ വരത്തില്ല കേട്ടോ. നമുക്ക് ഒച്ചുകളെ തീർത്തും നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കും കേട്ടോ. ഒച്ചുകൾ വന്നിരിക്കുന്ന സ്ഥലത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചുരുങ്ങി അപ്പം തന്നെ മരിച്ചു പോകും കേട്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബ്ലീച്ചിങ് പൗഡറും ഉപ്പും കൂടെ മിക്സ് ചെയ്തിടണം. അപ്പോൾ ബ്ലീച്ചിങ് പൗഡറും അതുപോലെ ഉപ്പും കൂടെ ആയാലും നമുക്ക് ചെടിക്ക് ചുറ്റുമൊന്നും നമുക്ക് ഇട്ട് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ചെടികൾക്ക് ചുറ്റും വരുന്ന ഒച്ചുകളെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് മുട്ടത്തോട് പൊടിച്ചതിന് ശേഷം അതിനകത്ത് നമ്മൾ കുറച്ച് ചാരവുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചെടിക്ക് ചുറ്റുമിടുന്നത് ഈ ഒച്ചുകളെ ചെടിയുടെ അടുത്ത് നിന്ന് അകറ്റി നിർത്താൻ സഹായിക്കും കേട്ടോ. ഈ ഒച്ചുകൾ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ദേഹത്തൊരു ഇങ്ങനെ ഈടിയെടുക്കുന്ന എണ്ണ പോലെ ഒരു പാടയുണ്ടല്ലോ, അതൊക്കെ നമ്മൾ കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡെറ്റോളോ എന്തെങ്കിലും ലോഷനോ കാര്യങ്ങളൊക്കെ ഒഴിച്ച് കഴുകിക്കളയണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഈ ആഫ്രിക്കൻ ഒച്ചുകളൊക്കെ വരുന്നത് മൂലം നമുക്ക് പല പല അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതേപോലെ നമ്മൾ കിച്ചൺ സിങ്കിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ വൃത്തിയിൽ വന്നിട്ട് ഒച്ചുകൾ കയറി ഇരിക്കാറുണ്ടല്ലോ. അപ്പം നമ്മളിവിടെ ഈ കിച്ചൺ സിങ്കിൻ്റെ അവിടെ നമ്മൾ കുറച്ച് സ്പ്രേ ബോട്ടിൽ കുറച്ച് വിനാഗിരിയും അതേപോലെ ഉപ്പും കൂടെ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവയൊക്കെ ഈ സ്ഥലത്തേക്ക് വരികയേ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഒച്ചുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഭക്ഷണമാണ് പപ്പായ ഇലയും കോളിഫ്ലവറിൻ്റെ വേസ്റ്റും ഒക്കെ കേട്ടോ. വൈകുന്നേര സമയങ്ങളിൽ ഒച്ച് കൂടുതലായി കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കുറച്ച് പപ്പായ ഇലയും കോളിഫ്ലവറിൻ്റെ ഭാഗങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് കൂട്ടി വെച്ച് കൊടുത്താൽ നമ്മുടെ ഒച്ചൊക്കെ കൂട്ടത്തോടെ അതിൻ്റെ മുകളിൽ വന്നിരിക്കും കേട്ടോ. അത് കൂട്ടത്തോടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഉപ്പിട്ടിട്ടോ അല്ലെങ്കിൽ സോപ്പ് പൊടിയോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നമുക്ക് അതിങ്ങനെ പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വൈകുന്നേരം വെച്ച് കഴിഞ്ഞാൽ രാത്രി സമയങ്ങളിൽ ഒച്ചുകളെല്ലാം കൂടി ഇതിലേക്ക് വന്ന് ഇരിക്കും കേട്ടോ. അപ്പോൾ അത് നല്ലൊരു തീർത്തും നമുക്ക് ഒച്ചുകളൊക്കെ ഒഴിവാക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ ഈ കാപ്പിപ്പൊടി ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളുടെ ഈ ഒച്ചുകൾ കൂടുതലായിട്ട് കാണുന്ന ഭാഗങ്ങളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒച്ചുകൾ ആ പരിസരത്തേക്ക് വരത്തില്ല കേട്ടോ. അതേപോലെ ചെടികൾക്ക് ചുറ്റും നമ്മൾ ഇട്ട് കൊടുക്കണം, പക്ഷെ ഉപ്പ് ചേർക്കാൻ പാടില്ല. കാപ്പിപ്പൊടി മാത്രമായിട്ട് ഇട്ട് കൊടുത്താൽ ചെടികളുടെ ഭാഗങ്ങളിലേക്ക് ഈ ഒച്ചുകൾ ഒന്നും അടുക്കത്തില്ല കേട്ടോ. മഴയൊക്കെ കഴിയുന്ന സമയമാകുമ്പോൾ ഒച്ചുകളൊക്കെ കൂട്ടത്തോടെ ഇറങ്ങും കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇവയെ കൂട്ടത്തോടെ തന്നെ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ഉപ്പ് പൊടി ഇട്ടിട്ട് അല്ലെങ്കിൽ നമുക്ക് സോപ്പ് പൊടി ഇട്ടിട്ടൊക്കെ ഇതിനെ കൊല്ലാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിന് ചുറ്റും വരുന്ന ഈ ഒച്ചുകളെയൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ നശിപ്പിച്ച് കളയാൻ ശ്രമിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പല പല അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വരും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.